السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു സംസാരത്തിൻ്റെ സമയമല്ല എന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയതുകൊണ്ട് ഒന്നും ഒരു വിഷയം തുടങ്ങുന്നില്ല. സഖാഫി ഉസ്താദ് ക്ഷണിച്ചപ്പോൾ ഒരു അദബിന് വേണ്ടി എഴുന്നേറ്റെന്ന് മാത്രം. വന്യരായ ഖുറത്തു സാദാത്ത് സയ്യിദ് ഫദൽ കോയമൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് അവിടുത്തെ അനുസ്മരിക്കുന്ന മജ്ലിസ്, അവിടുത്തെ പൊന്നോമന പുത്രൻ സയ്യിദ് മസ്ഊദ് തങ്ങൾ ദുആ ചെയ്യാനും നസീഹത്തിന് വേണ്ടിയും ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഈ വിലപ്പെട്ട സമയം എന്തെങ്കിലും സംസാരിച്ച് നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല. വന്യരായ കൂറത്ത് തങ്ങൾ നമ്മുടെ ഈ ദാറുൽ അശ്അരിയുമായി അവിടുത്തെ വഫാത്ത് വരെ വളരെ അധികം അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചവരാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയവരാണ്. ഞാൻ ഈ ദാറുൽ അശ്അരിയയിൽ കൂടുതൽ ബന്ധം സ്ഥാപിച്ചത് എൻ്റെ വന്യപിതാവ്, അതിലുപരി എൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പി എ ഉസ്താദ് ഈ ദാറുൽ അശ്അരിയിലേക്ക് വരലോടുകൂടിയാണ്. ആ വരാനുള്ള ഒരു കാരണവും ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളാണ് എന്ന് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ സ്ഥാപനത്തിലേക്ക് വാപ്പയെ ക്ഷണിച്ചത് മുതൽ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് കൂറത്ത് തങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രചോദനവും നിർദ്ദേശമൊക്കെ പാലിച്ചുകൊണ്ടാണ് ഉസ്താദിനെ വാപ്പയുടെ കൊണ്ടുവന്നതും ഇവിടെ വഫാത്ത് വരെ സേവനം ചെയ്തും. അതിൻ്റെ ഇടയിലൊക്കെ ഇപ്പം നമ്മൾ കാറിൽ വരുമ്പോൾ വന്നിരായ തങ്ങളെ മകൻ തന്നെ സൂചിപ്പിച്ചു, കൂറത്തങ്ങൾ മകനോട് പറഞ്ഞിരുന്നു, പി എ ഉസ്താദ് അശ്ശരിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ സ്വന്തമായി സ്ഥാപനം ഇവിടെ ഞാൻ തുടങ്ങട്ടെ എന്ന് അഭിപ്രായം ചോദിച്ചിട്ട് വന്നിരുന്നു. കൂറത്ത് തങ്ങളോട് ചോദിച്ചപ്പോഴൊക്കെ മകനോട് തങ്ങൾ പറഞ്ഞു കൊടുത്ത, ഉസ്താദ് എവിടെയും പോകാൻ പാടില്ല, അശ്ശരിയിൽ തന്നെ നിൽക്കണമെന്ന് സ്വന്തമായി പറഞ്ഞിരുന്നതൊക്കെ ഞാൻ അറിയാതെ വിഷയം തങ്ങളെ മകനിലൂടെ ഇപ്പോഴറിയാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇവിടെ വരാനും ഇവിടെ വഫാത്ത് വരെ ഇവിടെ ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യാനും ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ കാരണമായിട്ടുണ്ട്. മാത്രവുമല്ല ബഹുമാനപ്പെട്ട സുരുബൈൽ ഉസ്താദുമായിട്ടുള്ള തങ്ങളുടെ ബന്ധം ഞാൻ 2 ആഴ്ച മുമ്പ് ഇവിടെ മഞ്ചിയിൽ എൺമൂർ സ്ഥാപനത്തിൽ ഒരു തങ്ങളെ അനുസ്മരണം സംബന്ധിച്ചപ്പോൾ എൺമൂർ ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്നിട്ട് ധാരാളം മനസ്സിലാക്കി. സുരുബൈൽ ഉസ്താദ് കൂറത്ത് തങ്ങൾ മഷൂറാകുന്നതിന് മുമ്പ് തന്നെ തങ്ങളെപ്പറ്റി പറഞ്ഞ വാക്കുകളും വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളാണെന്ന് തങ്ങളെ കൂറത്ത് പോയ സമയത്ത് തന്നെ പറഞ്ഞ വിഷയവും ഇങ്ങോട്ട് കൂറത്തങ്ങൾ സുരുബൈൽ ഉസ്താദിനോട് കാണിച്ച ആ മതിപ്പും ബഹുമാനമൊക്കെ എൺമൂർ ഉസ്താദിൻ്റെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവിടെയുള്ള ഞാൻ വാപ്പ വന്നത് മുതലുള്ള ഇവിടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ കൂറത്തങ്ങൾ എല്ലാ പരിപാടിക്കും ഇവിടെ ക്ഷണിച്ചാൽ വാപ്പ വന്ന ആദ്യ കൊല്ലത്തിൽ 2013-14 സമയത്തൊക്കെ ഇവിടെയുള്ള സന്നദ്ധാന സമ്മേളനത്തിൽ തങ്ങളെ സനത് കൊടുക്കാൻ ക്ഷണിച്ചപ്പോൾ തങ്ങളിവിടെ സ്വാഗതം പറയുമ്പോൾ സഖാഫിസ സ്വാഗതം പറയുമ്പോഴാണ് ഇവിടെ സ്റ്റേജിലേക്ക് വന്നതെങ്കിൽ ആ പരിപാടിയിൽ സനത് കൊടുത്ത് പോവാതെ പരിപാടി തീരും വരെ ഈ സ്ഥാപനത്തിൽ ആ പരിപാടി സംബന്ധിച്ചു എന്ന് മാത്രമല്ല ലാസ്റ്റ് ദിക്ർ ചൊല്ലി ദുആ ചെയ്തിട്ടാണ് ആ പരിപാടിയിൽ നിന്ന് പോയത്. അങ്ങനെ ഈ സുരുബൈൽ ഉസ്താദുമായും സ്ഥാപനവുമായിട്ടൊക്കെ തങ്ങളുള്ള വഫാത്ത് വരെയുള്ള ആ ബന്ധവും സഖാഫി ഉസ്താദുമായും സുരുബൈൽ ഉസ്താദിൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ധാരാളം മനസ്സിലാക്കിയവരാണ്. അതിൻ്റെയൊക്കെ ഒരു ബറക്കത്ത് എന്നൊരു പൂർത്തീകരണ നിലയിൽ ഇന്ന് തങ്ങളെ മകന് നമ്മുടെ നേതൃത്വത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ട നസീഹത്ത് ദുആക്ക് നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുരുബൈൽ ഉസ്താദ്, പി എ ഉസ്താദ് മഞ്ഞരടുസ് തുടങ്ങിയ മഹാന്മാരോട് കൂടി സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.